ഐസറിന് വേണ്ടി 3 സബ്ജക്റ്റ് ആണോ 4 സബ്ജക്റ്റ് ആണോ പഠിക്കേണ്ടത്? ഇപ്പോഴും ആളുകളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കി, ഞങ്ങൾ വേറെ സ്ഥാപനങ്ങളിൽ ചോദിച്ചു നോക്കി, 3 സബ്ജക്റ്റ് വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. ടെക്നിക്കലി പോസിബിൾ ആണ്, 3 സബ്ജക്റ്റ് വെച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. ആൻഡ് നൈസറിന്റെ എക്സാം പോലെ, അതായത് നെക്സ്റ്റ് എക്സാം പോലെ ബെസ്റ്റ് 3 സബ്ജക്റ്റ് അല്ല ഐസറിന് കൺസിഡർ ചെയ്യുക. നമ്മൾ 4 സബ്ജക്റ്റ് എഴുതിയാൽ 4 സബ്ജക്ട്സിലെ മാർക്കും കൺസിഡർ ചെയ്യും. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ തരാം. നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഐസർ ക്ലിയർ ചെയ്യാൻ വേണ്ട മാർക്ക് 120 മാർക്കാണ് എന്ന് വെച്ചോ. അത് നിങ്ങൾക്ക് 3 സബ്ജക്റ്റിൽ നിന്ന് സ്കോർ ചെയ്യാനോ എളുപ്പം, അതോ 4 സബ്ജക്റ്റിൽ നിന്ന് സ്കോർ ചെയ്യാനോ എളുപ്പം. ഇനി ഓരോ സബ്ജക്റ്റിന്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ നോക്കി കംപ്ലീറ്റ് കഴിഞ്ഞ 10 വർഷത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ ഈ കാര്യം പറയുന്നത്. ഒരു ബയോളജിയിലെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് 10 to 12 ചോദ്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു 48 മാർക്ക് ബയോളജിയിൽ നിന്ന് ഒരു ആവറേജ് സ്റ്റുഡന്റിന് സ്കോർ ചെയ്യാൻ പറ്റും. കെമിസ്ട്രിയിൽ നിന്ന് ഒരു 10 to 12 ചോദ്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. സോ ഒരു 40-45 മാർക്സ് കെമിസ്ട്രിയിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് റിമൈനിങ് ആയിട്ടുള്ള ഒരു ഏകദേശം ഒരു 40 മാർക്സ് വേണമെന്ന് വിചാരിച്ചോ. അത് നിങ്ങൾക്ക് മാത്സിൽ നിന്നും ഫിസിക്സിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. ഫിസിക്സ് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഐസറിന്റെ പേപ്പർ ഉണ്ടാവുക. ഒരു ആവറേജ് സ്റ്റുഡന്റിന് 6 ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്സ് ജെഇ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടാണ് ചോദിക്കുക. അതുകൊണ്ട് 15 എണ്ണത്തിൽ ഒരു 8 എണ്ണം ഒക്കെ ആവറേജ് സ്റ്റുഡന്റിന് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് 4 സബ്ജക്റ്റും ഒരേപോലെ നിങ്ങളൊന്ന് ഇന്റൻസീവ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 120, 130 എന്ന് പറഞ്ഞാൽ ആ സേഫ് സ്കോർ എത്താൻ കൂടുതൽ ബെറ്റർ ആയിട്ട് പറ്റും. ഇനി ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് 130 മാർക്ക് ഈസി ആയിട്ട് 3 സബ്ജക്റ്റിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ ടെക്നിക്കലി അതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഡയറക്റ്റ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിന്നും ഐസറിലേക്ക് എത്തിയ സ്റ്റുഡൻസ് ഒക്കെ 4 സബ്ജക്റ്റും ഒരേപോലെ പ്രിപ്പയർ ചെയ്ത ആളുകളാണ്. സോ ഇതുപോലെയുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഐസറിന് വേണ്ടി മാത്രമുള്ള ഒരു ക്രാഷ് കോഴ്സ് പ്രോഗ്രാം ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. So see you there in the WhatsApp community and thanks for watching.